എല്ലാവരെയും ഇക്കനജിസുണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ ഫാക്ടേഴ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ പരമാവധി ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തോട്ട് കിടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളൊരു ഭാഗമാണ്. ദ ടേം വാസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ടാൻഡൻ കമ്മിറ്റി. 1974 ടാൻഡൻ കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർ ആൻഡ് സ്പെയർസ്, അക്കൗണ്ട് റിസീവബിൾസ്, ക്യാഷ് ബാലൻസ് which an industry enterprise required to carry on a certain level of activity. അതായത് ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ്, ഇതിലൊക്കെ ഇതാണ് ടു ക്യാരി ഔട്ട് ഓൺ സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം എമൗണ്ട്, റിക്വയർമെൻറ്റ് ഓഫ് മിനിമം എമൗണ്ട്, അല്ലെങ്കിൽ എന്താണ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഇർറെഡ്യൂസിബിൾ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് റിക്വയർഡ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിൽ നിന്നും കുറക്കാൻ വേണ്ടി പറ്റില്ല. ഇർറെഡ്യൂസിബിൾ, കുറക്കാൻ പറ്റാത്ത എന്താണ്, ഇർറെഡ്യൂസിബിൾ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് റിക്വയർഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ മെയിൻറ്റെയിനിങ് ദ സർക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്സ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എവറി കൺസേൺ ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മിനിമം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ലൂസ് ടൂൾസ്, സ്പെയർ എക്സെട്ര. എല്ലാ ടൈപ്പ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് എന്താണ് ഒരു മിനിമം സ്റ്റോക്ക് എന്താണ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ലൂസ് ടൂൾസ്, ഇതൊക്കെ മിനിമം നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹാസ് ടു ഇൻവെസ്റ്റ് in account receivable and to keep some cash balance to make payment for wages, salary, etc. throughout the year. ഇയറിൽ ആ ഒരു വർഷം മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. ദസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈ ദെയർ ഡിമാൻഡ് അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റ്. അതായത് എന്താണ് ഇത്, ഈ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്, സർവീസസ് എല്ലാം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ദ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈ ദ ഡിമാൻഡ് അറ്റ് ദ ലോവസ്റ്റ് പോയിൻറ്റ്. അതായത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ടൈപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്, അതൊരു പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലിനാണ് വിളിക്കുന്നത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ് ദാറ്റ് മസ്റ്റ് ബി ക്യാപ്റ്റ് ഇൻ ഓൾ ടൈംസ്. എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ദ ഓൾ ടൈംസ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് കെയിംസ് ഓൺ ചേഞ്ചിങ് ഇൻ ദ ഫോം ഓഫ് വൺ അസറ്റ് ടു അസറ്റിൽ നിന്ന് എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് കനോട്ട് ബി സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ് ആസ് ലോങ് ആസ് ഫേം ഈസ് എ ഗോയിങ് കൺസേൺ. നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ അതെന്നാണ് ഒരു മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് തരില്ല, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വിത്ത് ദ ഗ്രോത്ത് ഓഫ് ബിസിനസ് ദ സൈസ് ഓഫ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, അതും എന്താണ് കൂടും. ദ എമൗണ്ട് ഓഫ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡർ ദ സെയിൽസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോളിസീസ്, ടെക്നോളജീസ്, ഫൈനാൻഷ്യൽ പോളിസീസ്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്, അതിൻ്റെ ഒരു എമൗണ്ട് എന്നുള്ളത്
നിശ്ചയിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. ഓക്കെ, നോക്കാം, ചെറിയ ടോപ്പിക്കാണ്. ദ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ വളരെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഘടകമാണ്. ഒരു ഫിനാൻഷ്യൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് അസറ്റിൻ്റെ മാനേജ്മെൻറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ചിലതാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ അതും എന്താണ് പ്രശ്നമാണ്. അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. ഇറ്റ് involves the problem of decision making regarding investment in various current assets for maintaining the liquidity of the funds. ഇപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഡിസിഷൻ മേക്കിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വാരിയസ് കറണ്ട് അസറ്റ്സ് ഇൻ മെയിൻറ്റെയിൻ ദ ലിക്വിഡിറ്റി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റ്സിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു കോട്ടലും ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. സ്മിത്തിൻ്റെ ഡെഫിനേഷൻ എന്നുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഇസ് കൺസേൺഡ് വിത്ത് പ്രോബ്ലം ദ അറൈസ് ഇൻ attempting to manage the current assets, current liabilities and the interrelationship that exists between them. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റി, പിന്നെ അവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, ഇതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ് ബോത്ത് ഫോർമുലേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി ഇതിനകത്ത് വരും. അതുപോലെ തന്നെ ക്യാരി ഓൺ പോളിസി ഇൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2-fold ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നുണ്ട്. മെയിൻ്റനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻറ്റ് ഫണ്ട് ദ ടൈം ഓഫ് നീഡ്സ് എന്നുള്ള കുറച്ചുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ് അവൈലബിലിറ്റി ഓഫ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് ആവശ്യാനുസരണം സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫണ്ട് ലഭ്യമാക്കുക. ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള നിയർ ടു 50 to 70% capital of manufacturing firm is invested in current assets. അതായത് മാനുഫാക്ചറിങ് ഫേം സംബന്ധിച്ചിടത്തോളം ഒരു 50 മുതൽ 70 വരെയുള്ള അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റ് വി കൺസിഡർ ദ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വെരി ഡീറ്റെയിൽസ് ദാറ്റ്സ് ക്ലിയർ 30 to 50% ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ ഫണ്ടിൻ്റെ. And the management of current assets should proper attention of the management of current assets വളരെ കൃത്യമായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട അനിവാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ക്യാൻ ബി അക്വയർഡ് ഈവൻ ഓൺ ലീസ് ബട്ട് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ഫോർ കറണ്ട് അസറ്റ്സ്. ഓക്കെ, കറണ്ട് അസറ്റ്സിന് വേറെ ആൾട്ടർനേറ്റീവ്സ് ഒന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ്സിൻ്റെ സ്ഥാനത്ത് കറണ്ട് അസറ്റ്സ് തന്നെ വേണം. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ വേ അവോയ്ഡിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി ആൻഡ് റെസ്യൂബിൾസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ ദർ ഇസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദ സെയിൽസ് ഓഫ് ദ ഫേംസ് ആൻഡ് ഇറ്റ്സ് കറണ്ട് അസറ്റ്സ്. അതായത് സെയിൽസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റ്സും കൂടും. അത് തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷനാണ് ഉള്ളത്. സെയിൽസ് ഒരു ഫേമിൻ്റെ സെയിൽസും അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സും തമ്മിൽ എന്താണ് പോസിറ്റീവായിട്ടുള്ള കോറിലേഷനാണുള്ളത്. With them increasing in sales, a corresponding increasing in the current assets is also required. അതായത് സെയിൽസ് കൂടുമ്പോൾ എന്താണ് കറണ്ട് അസറ്റ്സിൻ്റെ കറണ്ട് അസറ്റ്സിന് ഇൻക്രീസ് ചെയ്യേണ്ടത് അതാണ് ആവശ്യമായിട്ടുള്ളതാണ്. ആസ് എ റിസൾട്ട് ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ടു ബിക്കം ഇമ്പോർട്ടൻസ്. ഓക്കെ, then working capital requirements are generally financed through the outside source. working capital requirement എന്നുള്ളത് സാധാരണയായിട്ട് ഫിനാൻസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് സോഴ്സ് വെച്ചിട്ടാണ്. സോ എ കണ്ടിന്യൂസ് എഫേർട്ട് ഇസ് നെസറി ടു യൂട്ടിലൈസ് ദം ഇൻ ദ ബെസ്റ്റ് വേ. കൃത്യമായിട്ട് നല്ല രീതിയിനകത്ത് ഉപയോഗിക്കുന്ന അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു എഫേർട്ട് തന്നെ അനിവാര്യമായിട്ടുള്ളതാണ്. സർവേ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മോസ്റ്റ് the part of the financial manager time is devoted to the management of working capital and current assets and current liability. That is എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഭാഗമാണ് പറയുന്നത്.
ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളൊരു പോയിൻ്റ് കൂടി നമുക്കതിനകത്ത് പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് സ്മോൾ കൺസേൺ. സ്മോൾ ഫേംസ് സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അതായത് സ്മോൾ ഫേം സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എ സ്മോൾ ഫേം ഹാസ് എ റിലേറ്റീവ്ലി ലിമിറ്റഡ് ആക്സസ് ടു ലോങ് ടേം മാർക്കറ്റിനകത്ത് ലിമിറ്റഡ് ആക്സസ് അവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ദർ മസ്റ്റ് ബി ഡിപ്പെൻഡ് ഹെവിലി ഓൺ ദ ഷോർട്ട് ടേം ബാങ്ക് ലോൺ ക്രെഡിറ്റ് എക്സെട്ര. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് എന്താണ് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താം. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നതാണ്. ഈ ക്ലാസ് നമുക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫണ്ട്സിലേക്ക് ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.